ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് മുരിങ്ങക്ക തക്കാളി ചാറും മുട്ട ചിക്കിയതും കണ്ടെങ്കിൽ ഞാൻ ഇന്ന് റെഡിയാക്കണത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചക്കറികൾ നമ്മൾ സാമ്പാറിന് കഷ്ണങ്ങൾ മേടിച്ചുകൊണ്ടുവന്ന എങ്ങനെയാണ് പച്ചക്കറികൾ നാശാവാതെ സൂക്ഷിക്കണേന്ന്. ഞാനപ്പോൾ അതിൽ മുരിങ്ങക്ക നേരിയ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായി ഫ്രീസറിൽ വെച്ചേക്കണായിരുന്നു. ഇപ്പം ഞാനത് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മുരിങ്ങക്ക തക്കാളി കറി വെക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഒരു കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ മുരിങ്ങക്ക വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വേവിച്ചിട്ട് ഈ മുരിങ്ങക്ക നമ്മൾ വേവിച്ച് വെച്ചില്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തേങ്ങ അരച്ച് അരപ്പൊഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു മുരിങ്ങക്ക തക്കാളി കറി റെഡിയാക്കി എടുക്കുക. അങ്ങനെ തക്കാളി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഗ്യാസ് ഒതിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൂടി വെക്കാം. തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ് വേവിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഇട്ടിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം തിളക്കണ്ട. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് താളിച്ച് കൊടുക്കാം. താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മുരിങ്ങക്ക കറി മാത്രമേ ഉള്ളൂല്ലോ, മുരിങ്ങക്ക തേങ്ങ അരച്ച് വെച്ചത്. അപ്പോൾ നമുക്കൊരു മുട്ട ചിക്കി എടുക്കുക. അതിൻ്റെ ഒരു സവാള, ചെറിയ സവാളയാണ്, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞിട്ടൊക്കെയാണ്. ഒരു ചെറിയ തക്കാളി ഒരിടത്തരം, ഒരുപാട് വലുതല്ല, അതും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പൊടി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. തക്കാളിയൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുന്നവരെയും വഴറ്റി കൊടുക്കാം കേട്ടോ. പൊടികളുടെ പച്ചമണം മാറുന്നവരെയും വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് ഈ മസാല ഒന്ന് ചൂടാറി വരട്ടെ. 4 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ മസാല വാട്ടിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. ഈ ഉള്ളിയൊക്കെ വാട്ടിയപ്പോഴില്ലേ. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മുട്ട ചിക്കട്ടോ. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കി എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഒന്ന് ചിക്കി എടുക്കാം. ആ സമയം കൊണ്ട് മുട്ടയൊന്ന് വെന്തും വരട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.